ഓം ശാന്തി. ജീവിതം എപ്പോഴും മറ്റുള്ളവർക്ക് നൽകാൻ വേണ്ടിയും സേവനത്തിനു വേണ്ടിയുമുള്ളതാണ് എന്ന സത്യം തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് ജീവിതത്തിലെ ഏത് മേഖല നിങ്ങൾ തിരഞ്ഞെടുത്താലും സുഖവും ശാന്തിയും ആനന്ദവും ജീവിതത്തിൽ സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കൂ. ഒരു ജ്ഞാനിയായൊരു മനുഷ്യൻ, ജ്ഞാനി മീൻസ് കിട്ടാവുന്നത്രത്തോളം ബുക്കുകൾ അദ്ദേഹം പഠിച്ചു, ശാസ്ത്രങ്ങൾ പഠിച്ചു, അറിവുകൾ എവിടെ നിന്നെല്ലാം നേടാൻ കഴിയുമോ അതെല്ലാം നേടി. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ യാതൊരു സമാധാനവും കിട്ടുന്നില്ല. അങ്ങനെ സമാധാനം തേടി നടന്ന് ഒരു ദിവസം വിചാരിക്കുകയാണ്, ഒരു പക്ഷേ ജ്ഞാനം കൊണ്ട് ഒരിക്കലും ശാന്തി കിട്ടുണ്ടാവില്ലായിരിക്കാം, ധ്യാനം കൊണ്ട് ശാന്തി കിട്ടും. അങ്ങനെ അദ്ദേഹം ജ്ഞാനം പഠിക്കാനുള്ള അലച്ചിൽ ഒഴിവാക്കിക്കൊണ്ട് അവരുടെ നാടിൻ്റെ അടുത്തുള്ളതായിരിക്കുന്ന ഒരു കാട്ടിൽ, ഒരു ഗുഹയിൽ അദ്ദേഹത്തിൻ്റെ തപസ് ആരംഭിച്ചു. 3 വർഷ കാലഘട്ടം തന്നിലേക്ക് തന്നെ ഏകാഗ്രമായിക്കൊണ്ട് മറ്റു ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ തപസ്സിൻ്റെ മാർഗത്തിൽ അദ്ദേഹം അങ്ങനെ ചെലവഴിക്കുകയാണ്. 3 വർഷം ആരുമായിട്ട് ബന്ധമില്ല, ആരോടും സംസാരിക്കുന്നില്ല. ഞാൻ സ്വയം അവനവൻ്റെ കൂടെ മാത്രം ഇരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ എന്നിട്ടും മനസ്സിന് ഒരു സമാധാനവും കിട്ടുന്നില്ല. കിട്ടേണ്ട സുഖം അതെനിക്ക് കിട്ടിയിട്ടില്ല എന്ന് തന്നെ മനസ്സ് പറയാൻ തുടങ്ങി. ഈ 3 വർഷം ഞാൻ വെറുതെ കളഞ്ഞല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം തപസ് അവസാനിപ്പിച്ച് നാട്ടിൽ പോയിട്ട് ജീവിക്കാൻ നോക്കട്ടെ എന്ന് കരുതി പുറത്തേക്ക് വരികയാണ്. പുറത്ത് വന്ന് നോക്കുമ്പോൾ ആ ഗുഹയുടെ മുന്നിലുള്ളതായിട്ടുള്ള ഒരു കൊച്ചുമരം, അതിൽ ഒരു പക്ഷി, ഒരു ചെറിയ ബുൾബുൾ പക്ഷി തൻ്റെ കൂടുണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണ്. ഒരു കച്ചിത്തുരുമ്പ് കൊണ്ടുവരും, അത് വയ്ക്കും, അത് വീണു പോവും, പിന്നെയും കൊണ്ടുവരും, പിന്നെയും വയ്ക്കും. അങ്ങനെ കൂടുണ്ടാക്കാനുള്ളതായിട്ടുള്ള അതിൻ്റെ പരിശ്രമം നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയോ കൊണ്ടുവച്ചതായിരിക്കുന്ന കുഞ്ഞു കമ്പുകൾ വീണുപോയി. ഒരു മടുപ്പുമില്ലാതെ പക്ഷി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ കാഴ്ചയും കണ്ട് ഇങ്ങനെ അദ്ദേഹം ഇരുന്നു പോയി. സ്വയം പറയുകയാണ്, ഇത് ഭഗവാൻ എനിക്ക് കാണിച്ചു തന്നതാണ്. ഒരു പക്ഷിക്ക് പോലും ഇത്രമാത്രം ധൈര്യവും ക്ഷമയും ഉണ്ടെങ്കിൽ മാനവനായ ഞാൻ ഇതിനേക്കാൾ കൂടുതൽ കാണിക്കണം എന്ന് എന്നോട് പറയുകയാണ്. യാതൊരു മടിയും കൂടാതെ അദ്ദേഹം വീണ്ടും തൻ്റെ തപസ് ആരംഭിച്ചു. ഒരു 4-5 വർഷങ്ങൾ കൂടി പിന്നെയും അദ്ദേഹം തപസ്സിന് വേണ്ടി അങ്ങനെ മുഴുകിയിരുന്നു. 4-5 വർഷങ്ങൾ കഴിഞ്ഞു പോയി. എന്നിട്ടും മനസ്സിന് കിട്ടേണ്ടത് കിട്ടി എന്നൊരു ഫീലിംഗ് വരുന്നില്ല. അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇത് ശരിക്കും ഒരു വലിയ പരീക്ഷണം, മടുപ്പ് തന്നെ. എന്തായാലും ഇതിലെനിക്ക് ശാന്തി കിട്ടുന്നേ തോന്നണില്ല. അതുകൊണ്ട് ഞാൻ ഈ മാർഗം ഉപേക്ഷിച്ച് ഇനി എൻ്റെ പ്രവർത്തനത്തിൻ്റെ മേഖലയിലേക്ക് പോവുകയാണെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങി കാടിൻ്റെ ഉള്ളിലുള്ള കുന്നിൻ്റെ മേലുള്ള ഗുഹയിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങി കുന്നിൻ്റെ മേലെന്ന് ആ കാട്ടിലെത്തിയ സമയത്ത് ക്ഷീണിച്ചു. വിചാരിച്ചു കുറച്ച് സമയം ഒരു മരത്തിൻ്റെ താഴെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ മരത്തണൽ അദ്ദേഹം ഇങ്ങനെ മലർന്ന് കിടക്കുമ്പോൾ കാണുകയാണ് മരത്തിൻ്റെ കൊമ്പിൽ ഒരു 8 കാലി ഒരു വല കെട്ടുന്നുണ്ട്. അതെത്ര സമയം ആ വല നെയ്യാൻ വേണ്ടി നോക്കും, പിന്നെയും വീഴും, പിന്നെയും നോക്കും, പിന്നെയും വീഴും. എത്രയോ തവണ വീഴുന്നു, എഴുന്നേൽക്കുന്നു. നോക്കി അദ്ദേഹം എണ്ണിക്കൊണ്ടിരുന്നു. 25, 26, 27, 28 നിൽക്കുന്നേയില്ല, വീണുകൊണ്ടിരിക്കുന്നു. അത് വീണ്ടും തൻ്റെ പരിശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇത് പരമാത്മാവ് എനിക്ക് തരുന്ന സൂചന അല്ലെങ്കിൽ മറ്റെന്താണ്? ഞാൻ എന്തൊരു വിഡ്ഢിയാണ്, എൻ്റെ തപസ് മതിയാക്കി പലപ്പോഴും ഞാൻ പുറത്തു വരുന്നല്ലോ എന്നൊക്കെ സ്വയം പഴിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ച് ഗുഹയിലേക്ക് കയറിപ്പോയി. അങ്ങനെ വീണ്ടും നിരന്തരമായിരിക്കുന്ന 8 വർഷങ്ങൾ അദ്ദേഹം തപസ് അനുഷ്ഠിക്കുകയാണ്. എന്നിട്ടും മനസ്സിന് ശാന്തി കിട്ടുന്നില്ല. എനിക്ക് ആ മനസ്സിൻ്റെ ആ ഭഗവാനെ കാണുമ്പോൾ, അഥവാ ഞാൻ എന്നെ കണ്ടെത്തുമ്പോൾ, എന്നെ ശരിക്കും അറിയുമ്പോൾ ഞാൻ അനുഭവിക്കേണ്ട ആ സുഖം, ആ ശാന്തി ഫീൽ ചെയ്യുന്നില്ല അദ്ദേഹത്തിന്. ഇനി എന്തൊക്കെ തന്നെ സൂചന കാണിച്ചു തന്നാലും ഞാൻ ഈ തപസ്സിന് ഇരിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഇറങ്ങി നടന്നു. ആ കാട്ടിൽ വിശ്രമിക്കാനേ പോയില്ല. വേറൊരു ദൃശ്യം എനിക്ക് കാണണ്ട. അങ്ങനെ പുറത്തു നടന്ന് അദ്ദേഹം റോട്ടിലെത്തുമ്പോൾ കാണുകയാണ് ഒരു നായ. ആ നായ റോഡിലൂടെ പോയ കാട് വഴിയിലൂടെ ഓടിപ്പോയ ഏതോ വണ്ടി തട്ടി അത് വീണിരിക്കുന്നു. വീണിടത്ത് കാല് മുറിഞ്ഞു പോയത് കൊണ്ട് എഴുന്നേറ്റ് നടക്കാൻ അതിനാവുന്നില്ല. ശരീരത്തിൽ പറ്റിയതായിട്ടുള്ള മുറിവുകളൊക്കെ ഈച്ച വന്നിരുന്ന് ആർക്കുന്നു. അത് പാവം വാലിട്ടടിക്കുന്നുണ്ട്, ഈച്ചനെ ഓടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എഴുന്നേൽക്കാനും നടക്കാനും ആവുന്നില്ല. പഴുത്ത വ്രണങ്ങൾ. അത് കണ്ടപ്പോൾ ആ യോഗിയുടെ മനസ്സിൽ എല്ലാ കരുണയും അങ്ങ് ഉണർന്നു. അദ്ദേഹം ഉടനെ തന്നെ പച്ചമരുന്നുകൾ പറിച്ചു കൊണ്ടുവന്നു. ആ കീടങ്ങളെയൊക്കെ ആ മുറിവുകളിൽ നിന്ന് ഓടിപ്പിച്ചു. അതിന് മരുന്ന് വെച്ച് ഉണക്കി ആ നായനെ ശുശ്രൂഷിച്ചു. ആ നായ സ്നേഹവും നന്ദിയും കലർന്ന കണ്ണുകളോടെ ആ യോഗിയെ നോക്കുകയാണ്. പാലാട്ടിക്കൊണ്ട് തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുകയാണ്.
അറിയാതെ മനസ്സിലെവിടെയോ അതുവരെ തപസ് അനുഷ്ഠിച്ചിട്ട് കിട്ടാത്തൊരു സുഖം, ഒരു സന്തോഷം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് അരിച്ചു വരികയാണ്. അപ്പോൾ വിചാരിക്കുകയാണ്, ഇതാണല്ലേ ശരിയായ വഴി. ജ്ഞാനം കൊണ്ടും ജീവിതം പ്രാപ്തമാകുന്നില്ല, ധ്യാനം കൊണ്ട് മാത്രവും ജീവിതം സമ്പൂർണ്ണമാവുന്നില്ല. ജ്ഞാനവും ധ്യാനവും സേവനത്തിനൊരു മനുഷ്യനെ യോഗ്യനാക്കുമെങ്കിൽ ആ ജീവിതമാണ് സഫലമാകുന്നത്. അവിടെയാണ് ആന്തരിക സുഖം, അതീന്ദ്രിയ സുഖം നമുക്ക് അനുഭവിക്കാനാകുന്നത്. ഈ പ്രപഞ്ചം നമ്മളെ പഠിപ്പിക്കുന്ന പാഠവും അതുതന്നെയാണ്. പരോപകാരാർത്ഥം ഫലന്തി വൃക്ഷാഹ പരോപകാരാർത്ഥം ദുഹന്തി ഗായഃ പരോപകാരാർത്ഥം വഹന്തി നദ്യാഹ പരോപകാരാർത്ഥമിതം ശരീരം. ഈ ജീവിതം, ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ഉണ്ണാനും തിന്നാനും കുടിക്കാനും ഉറങ്ങാനും വേണ്ടി മാത്രമല്ല. ഒരുപാട് അറിവ് നേടിക്കൊണ്ട് ആ അറിവുകളെല്ലാം തലയിൽ വെച്ച് അറിവിൻ്റെ ഭാരവും തലയിലേറ്റി നടക്കാനല്ല. സ്വയം അവനവനെ കണ്ടെത്താൻ വേണ്ടി ഏകാന്തമായി എവിടെയോ സ്വയം നഷ്ടപ്പെട്ട് നടക്കാനല്ല. ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് തപസ്സും ജ്ഞാനവും ധ്യാനവും ഒന്നു ചേർന്നുവെങ്കിൽ അത് ഗുണങ്ങളായി നമ്മുടെ കർമ്മങ്ങളിലൂടെ പുറത്തേക്ക് പ്രവഹിക്കണം. നമ്മുടെ ജീവിതം കൊണ്ട് ആയിരക്കണക്കിന് മനുഷ്യന്മാരുടെ കണ്ണീരൊപ്പാൻ സാധിക്കണം. പരോപകാരാർത്ഥം ജീവിക്കാനാകണം. എങ്കിലേ ജീവിതം ധന്യമായി, ധ്യാനം ധന്യമായി, ജ്ഞാനം സത്യമായി, ജീവിതം അന്വർത്ഥവുമായി. ജീവിതം അന്വർത്ഥമാക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.